ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് രാവിലെ ഒരു വലിയ റിസ്ക് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ മുറ്റത്തൊക്കെ നോക്കിയപ്പോൾ ശരിക്കും ചപ്പും ചവറൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അപ്പോൾ ഒരു ചൂലും എടുത്ത് ഒരു മുറ്റമടിക്കൽ സേവന വാരത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റമൊക്കെ ഇങ്ങനെ ചൂലൊക്കെ എടുത്ത് അടിച്ചു വൃത്തിയാക്കി ഗായ്സ്. ഇതേ അപ്പം വാസ്തവിക മുറ്റമൊക്കെ അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ കുറച്ചൊക്കെ വീടൊക്കെ വൃത്തിയാക്കി ഇടാറുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിച്ച് നല്ല നീറ്റാക്കാമെന്ന് കരുതി അങ്ങനെ ഞാനൊരു ചൂലുമായിട്ട് രാവിലെ ഇറങ്ങി. പിന്നെ ശരീരത്തിനൊരു എക്സസൈസൊക്കെ ആവുമല്ലോ. എല്ലാവരും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി എക്സസൈസ് ചെയ്യുമ്പം ഒരു ചൂല് മിറ്റം തൂക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു എക്സസൈസ് ആണല്ലോ എന്ന് കരുതി ഞാൻ ആ ചൂലും എടുത്ത് അങ്ങോട്ട് ഓരോ ഇറക്കമങ്ങ് ഇറങ്ങി ഗൈസ്. അങ്ങനെ ചൂലും പിടിച്ച് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. അങ്ങനെ മുറ്റമെല്ലാം വൃത്തിയാക്കി നീറ്റായി. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എന്തുമാത്രം വൃത്തിയാക്കി ഞാനെന്നുള്ളത്. എൻ്റെ വീട്ടിലാണെങ്കിൽ താമര ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. താമര വെറൈറ്റി താമരകളുണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയില്ല ഞാൻ ഒരുവിധം നന്നായിട്ട് മുറ്റം അടിച്ചു എന്നുള്ളത്. അപ്പോൾ അതേ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഗൈസ്. മുറ്റമൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇതേ സൈഡിലൊക്കെ ഉള്ള ചപ്പും ചവറും ഒക്കെ തൂത്ത് കൊണ്ടുവന്ന് ഞാനെടുത്ത് കൂട്ടി. അപ്പോഴത്തേക്ക് ഞാൻ ആകെ അങ്ങ് ക്ഷീണിച്ചു ഗൈസ്. മുഖത്തൊക്കെ ടാനൊക്കെ അടിച്ചു. പക്ഷേ കുറച്ച് ഇങ്ങനെ ഒരു ക്ഷീണമൊക്കെ വന്നു. പക്ഷെ ഞാൻ അതൊന്നും അങ്ങോട്ട് നോക്കിയില്ല, അങ്ങോട്ട് ഗവനിക്കാതെ തന്നെ വീണ്ടും ചൂലെടുത്ത് വെച്ച് അവിടെ മുറ്റം അടിക്കാൻ തുടങ്ങി. നിർത്തിയാണ് ചെയ്യുന്നത്, കാരണം അധികം പരിചയമില്ലല്ലോ ഈ കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നിൽക്കും, ഒന്ന് വീണ്ടും മുറ്റം അടിക്കും. അങ്ങനെ ചവറുകൾ തൂത്ത് ഇങ്ങനെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇടയ്ക്കൊന്ന് നിൽക്കും. ഞാൻ പറഞ്ഞില്ലേ ആകെ ഒരു ക്ഷീണമുണ്ട്, എന്നാലും പോട്ടെ, നമ്മുടെ ശരീരത്തിനൊരു എക്സസൈസ് ആണല്ലോ എന്ന് കരുതി അങ്ങനെ എല്ലാം തൂത്ത് അടുക്കള ഭാഗത്ത് ചവറെല്ലാം തൂത്ത് ഞാനിങ്ങനെ ഒരു മൂലയിൽ കൂട്ടി കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ തീയിട്ടോളാന്ന് പറഞ്ഞു. അമ്മ പോയിച്ചോളാം പറഞ്ഞു. അമ്മയ്ക്ക് പേടിഞ്ഞു ഞാൻ തീയിട്ടിട്ട് ഇനി അതിൽ നിന്ന് വല്ല പൊട്ടിത്തെറിക്കുകയോ തീ പൊള്ളലേക്കുകയൊന്നും വേണ്ടാന്ന് കരുതി. എനിക്കത് ശീലമില്ലാത്തതുകൊണ്ട് അമ്മ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മ ഒരു കമ്പൊക്കെ കൊണ്ടുവന്ന് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചു ചവറിലോട്ട് വെച്ചിട്ട് തീ കത്തിച്ചു. കുത്തിയൊക്കെ ഇടയ്ക്കൂടെയൊക്കെ ചവറൊക്കെ അങ്ങോട്ടും മാറ്റിയിട്ടു. പിന്നെ ഞാനതെല്ലാം ചെയ്തിട്ട് ഞാൻ ഒരുവിധം ക്ഷീണിച്ചു ഗൈസ്. മുഖത്ത് ടാനൊക്കെ അടിച്ച് ആകെ ഇതായി. പിന്നെ ശരീരത്തിനൊക്കെ ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് കരുതി ഇനി ഒന്ന് കുളിച്ച് വൃത്തിയായി നിൽക്കാമെന്ന് കരുതി. ഇനി അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം കേട്ടോ. ഓക്കെ ബൈ.